വെൽക്കം ബാക്ക് ടു ഈസി ഫാക്ട്സ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിനെ കുറിച്ച് നോക്കിയിരുന്നു, സെക്കൻഡ് പേജ് ഈ ഒരു പോർഷനെ കുറിച്ച് നോക്കിയിരുന്നു. നമ്മൾ സ്വദേശി മൂവ്മെൻറ്റും ബോയ്ക്കോട്ട് മൂവ്മെൻറ്റിനെ കുറിച്ച് നോക്കി, റവല്യൂഷണറി കുറിച്ച് നോക്കി, ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് നോക്കി, ജാലിയൻ വാലാബാഗ് മസാക്രിനെ കുറിച്ച് നോക്കി. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പോയിൻ്റാണ്. എന്താണ്? ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആരാണ് നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ 21 വർഷക്കാലം അദ്ദേഹം അവിടെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ നമ്മളത് ഓർത്തിരുന്നോണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ, അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്, അദ്ദേഹം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തു. അത് എപ്പോഴാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്? എപ്പോഴാണ്? നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്രി നടന്നു കഴിഞ്ഞതിന് ശേഷമാണ്, 1919. അത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള ലീഡേഴ്സിനെ ഫുള്ള് നമുക്കൊരു മാനസികമായ ഒരു വിഷമത്തിൽ എത്തിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്രി. അപ്പോൾ അതിനുശേഷം 1920 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഗാന്ധിജി എന്ത് ലോഞ്ച് ചെയ്തു? അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തു. അദ്ദേഹം എന്താണ് ഇന്ത്യയിലുള്ള ജനങ്ങളോട് പറഞ്ഞത്? ഹി ആസ്ക്ഡ് ദ പീപ്പിൾ ടു ഡിസൊബേ ദ ലോസ് പീസ്ഫുള്ളി. നിങ്ങൾ അവർ പറയുന്നൊന്നും ഒബേ ചെയ്യേണ്ട, പക്ഷേ അത് പീസ്ഫുള്ളി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തു? അത് കേട്ടു. പക്ഷേ ജനങ്ങൾ എന്താ ചെയ്തതെന്നോ? പീസ്ഫുള്ളി ആയിരുന്നില്ല ചെയ്തത്. അവർ ശരിക്കും വയലൻസിൻ്റെ മാർഗത്തിലായിരുന്നു. അപ്പം ശരിക്കും അത് പീസ്ഫുള്ളി ഡിസൊബേ ചെയ്യുക എന്ന രീതിയിലാണ് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1920. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തു? അത് അൺപീസ്ഫുള്ളി ആക്കി മാറ്റി. അവരെന്താ ചെയ്തത്? അവർ ഉത്തർപ്രദേശിലുള്ള ചൗരി ചൗര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. ഏകദേശം 22 പോലീസ്മെൻസ് അവരെ മരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ശരിക്കും ഒരു നോൺ വയലൻസായി മാറിയില്ലേ? അപ്പോൾ അതിനെ തുടർന്ന് എന്ത് ചെയ്തു? നമ്മുടെ മഹാത്മാഗാന്ധി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്തതെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു കഴിഞ്ഞതിന് ശേഷം അതെന്തായിരുന്നു? 1919 അതിനുശേഷം 1920 അദ്ദേഹം എന്ത് ലോഞ്ച് ചെയ്തത്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ടു ഡിസോബോയ് ദ ലോസ് പീസ്ഫുള്ളി എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തു? അത് അൺപീസ്ഫുള്ളി ആക്കി മാറ്റി. അവരെന്ത് ചെയ്തു? ചൗരി ചൗരയിൽ, ഉത്തർപ്രദേശിലുള്ള ചൗരി ചൗരയിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അവർ തീയിട്ട് നശിപ്പിച്ചു. അതേ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലോയെ വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന ലീഡേഴ്സിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, മൗലാന ആസാദ്, ചിത്ര രഞ്ജൻ ദാസ്, പിന്നെ മോത്തിലാൽ നെഹ്റു ആൻഡ് ജവഹർലാൽ നെഹ്റു. ശരി, അപ്പോൾ അടുത്തതാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ വളർന്നുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? പുതിയൊരു കമ്മീഷനെ നിയമിക്കാം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനമെടുത്തു. അങ്ങനെയാണ് അവർ സൈമൺ കമ്മീഷനെ കൊണ്ടുവന്നത്. എന്നാണ് സൈമൺ കമ്മീഷൻ വന്നത്? 1928 വന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്താണ് ചെയ്തത്? ആസ് ദെർ വർ നോ ഇന്ത്യൻ മെമ്പേഴ്സ് ഇൻ. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മീഷനോ അല്ലെ എന്തെങ്കിലും ഒന്ന് ഫോം ചെയ്യുമ്പോൾ അതിൽ ശരിക്കും ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ശരിക്കും ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇതിനുള്ളിൽ ഇന്ത്യൻ മെമ്പേഴ്സ് ആരും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇന്ത്യൻ മെമ്പേഴ്സ് ഒന്നും തന്നെ ആരും സൈമൺ കമ്മീഷനിലില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിലുണ്ടായിരുന്ന അപ്പോൾ ആ സമയത്ത് ഒരു പുതിയ റിവല്യൂഷണറീസ് വന്നു. ആ സമയത്ത് അവരുടെ പേരുകൾ എന്തൊക്കെയായിരുന്നു? രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്, ഭട്ടുക്ഷേകർ ദത്ത്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ സൈമൺ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമാണ്. അത് ഏത് വർഷമാണ് വന്നതെന്ന് ഓർത്തിരിക്കാം. ആരാണ് ഇതിൽ ഇന്ത്യൻ മെമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? കോൺഗ്രസ് ആണ്. ഇത്തരം കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നേച്ചാൽ മതി അതിനകത്ത് തോന്നുന്നു. ശരി, അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എന്തിനെതിരെ വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആൾക്കാർ തന്നെ ആയിട്ടാണ് സോൾട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഉപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ദിവസം ഡെയിലി ഉപയോഗിക്കുന്നതാണല്ലോ ഉപ്പ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഉപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമം ആര് കൊണ്ടുവന്നു? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ ഒന്ന് ഡിസൊബേ ചെയ്യാം എന്ന രീതിയിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വന്നത്.
അപ്പോൾ ഓർക്കുക, ഇൻ 1929 ദ കോൺഗ്രസ് ഡിമാൻഡ് ദ പൂർണ്ണ സ്വരാജ്. അപ്പോൾ ആ സമയത്ത് 1929 ആയപ്പോഴത്തേക്ക് കോൺഗ്രസ് ഗവൺമെൻറ്റിനോട് ഡിമാൻഡ് ചെയ്തു, ഞങ്ങൾക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന്. പൂർണ്ണ സ്വരാജിൻ്റെ മീനിങ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ ആ സമയത്ത് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് വന്നു. ഇതിന് ആരായിരുന്നു ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്? മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊരു സോൾട്ട് ലോനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഒരു മൂവ്മെൻറ്റ്, അതായത് ആ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡി മാർച്ച് എന്നായിരുന്നു ആ മൂവ്മെൻറ്റിൻ്റെ പേര്. അദ്ദേഹം എന്ത് ചെയ്തു, സബർമതി, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും, അതായത് അഹമ്മദാബാദിലാണ്, ദണ്ഡി വരെ, ഗുജറാത്തിലെ ഒരു സീപോർട്ട് കോസ്റ്റൽ ഏരിയ ഉണ്ട് ഗുജറാത്തിൻ്റെ, അപ്പോൾ ആ ഒരു സൂററ്റിലുള്ള, അപ്പോൾ ആ ദണ്ഡി വരെ കാൽനട യാത്രയെ ഏകദേശം 240 മൈൽസ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും കൂടി നടന്നു പോയി ചെന്നിട്ട് ഈ സോൾട്ട് ലോനെ മീൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി അത്രയും ദൂരം നടന്ന് അവിടെ എത്തി, ഒരു മാർച്ച് നടത്തി. ഇതിനെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും കൂടി സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തു. ഇതാണ് ശരിക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സോൾട്ട് ലോയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആണ് ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ച് എവിടെ മുതൽ എവിടം വരെയാണെന്ന് ഓർത്തിരുന്നോണം. എവിടെയായിരുന്നു? സബർമതി ആശ്രമം മുതൽ, അതായത് ദണ്ഡി വരെ. സബർമതി ആശ്രമം ടു ദണ്ഡി. ദണ്ഡി എവിടെയാണ്? സൂററ്റിലാണ്. സബർമതി ആശ്രമം അഹമ്മദാബാദിൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ആ ഒരു പാരഗ്രാഫിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കേട്ടോ. നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് 1942 ആയപ്പോഴത്തേക്ക് ഗാന്ധിജിയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോവുക, അതാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഡു ഓർ ഡൈ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഡു ഓർ ഡൈ പറഞ്ഞതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ആരാണ്? മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. പിന്നീട് ഇനിയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു പാരഗ്രാഫിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, 100% ഷുവറാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വേറൊരു എന്താണ്? ആസാദി ഹിന്ദ് ഫൗജ് അല്ലെങ്കിൽ INA. സോറി, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർ ആരാണ്, അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ ലീഡർ ആരാണ്, അല്ലെങ്കിൽ INAയുടെ ലീഡർ ആരാണ് എന്ന് പറഞ്ഞായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അദ്ദേഹമാണ് പറഞ്ഞത് എന്ത്? ജയ് ഹിന്ദ് എന്ന സ്ലോഗൻ പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അതാരാണ് പറഞ്ഞത്? പരീക്ഷയ്ക്ക് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ നാഷണൽ ആർമിക്കകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓർത്തിരിക്കുക എന്തൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമി, ആസാദ് ഹിന്ദ് ഫൗജ്, INA. ഇതിൻ്റെയൊക്കെ ലീഡർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇത് ഒരു സംഭവം തന്നെയാണ്, അതിന് പറയുന്ന പല പേരുകളാണിത്. ഇനി ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗീവ് മി ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. ഇത് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഡു ഓർ ഡൈ ആരാ പറഞ്ഞത്? മഹാത്മാഗാന്ധി. തെറ്റിപ്പോരുത് കേട്ടോ. ഓക്കെ, 1942 ആയി. അപ്പോൾ എന്താണ് 1942 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ആവുന്ന സമയമായിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ അതൊക്കെ നമ്മുടെ 1914 to 1945 എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിനകത്തിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ 1942 ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1945 ആയപ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ ഏകദേശം എൻഡായി തുടങ്ങിയിട്ടുണ്ട്. എൻഡായി അല്ലേ? അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ തീരുമാനമെടുത്തു, ഇനിയിപ്പം ഇന്ത്യക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ വലിയ രക്ഷയില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യ വിട്ട് പോകാമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനമെടുത്തു. അപ്പോൾ ആ സമയത്ത് എന്താണ്? ആ സമയത്ത് ഒരു തീരുമാനം വന്നു, ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഫിലിപ്പിൽ നമുക്ക് ചോദിക്കാവുന്നൊരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യയെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? ആരായിട്ടാണ്? പാകിസ്ഥാനായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇനി എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 എന്നാണ്, August 15. പരീക്ഷയ്ക്ക് ചോദിക്കാം സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിനകത്തിലും ആ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് അത് നന്നായിട്ട് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ആയത് വർഷം ഏതാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അവിടെ നിന്ന് ഒരു ക്വസ്റ്റൻ ഉറപ്പാണ്. എന്താണ്? ആരായിരുന്നു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു. ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്? ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേങ്കിൽ ഇതിനകത്തുനിന്ന് പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് വരും. ആരൊക്കെയാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു. പിന്നെ അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഒരു സെക്കൻഡ്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, നമ്മുടെ ആ മഹാത്മാഗാന്ധിയുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതിന്ന് ജസ്റ്റ് ഓർത്ത് ഏകദേശം 1891 അദ്ദേഹം റിട്ടേൺ ചെയ്തിട്ടുള്ള ഫോട്ടോ, അതൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ ഫസ്റ്റ് പേജിനകത്തുള്ള ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവരുടെ ആ ഫോട്ടോസും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് സൂക്ഷിച്ച് വെക്കുക. പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മിക്കവാറും കേട്ടോ. ഓക്കെ, താങ്ക് യു.